ഓക്കെ. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക് കൺട്രോൾ ഫ്ലോ. കൺട്രോൾ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഗ്രാം ഒരു രീതി എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ഇപ്പോൾ സാധാരണ ഒരു പ്രോഗ്രാം ഇത് കണ്ടോ, ഹലോ വേൾഡ്, ചുമ്മാ ഹലോ വേൾഡ് 5 തവണ ടൈപ്പ് ചെയ്യുന്നതിൻ്റെയാണ് ഇത്. അപ്പം സാധാരണ ഒരു കമ്പൈലർ ഇത് നോക്കുമ്പോഴത്തേക്കും മേളിൽ നിന്ന് നേരെ അടിയിലേക്കാണ് പോകുന്നത്. ആദ്യം ഈ കമ്പൈലർ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കും, പിന്നെ ഇൻറ്റ് മെയിൻ, പിന്നെ പ്രിന്റ് എഫ്, അങ്ങനെ അടുത്ത പ്രിന്റ് എഫ്, അങ്ങനെ അങ്ങനെ വന്ന് റിട്ടേൺ 0 വരെ പോകുമ്പോഴത്തേക്കും റിട്ടേൺ 0 എത്തുമ്പോൾ പ്രോഗ്രാം തീരും. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ അല്ല വേണ്ട. ഇപ്പം ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് പിന്നെ മേളിലേക്കൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൺട്രോൾ ഫ്ലോ നമുക്ക് ഉപയോഗിക്കാം. അപ്പം കൺട്രോൾ ഫ്ലോയ്ക്കകത്ത് ആദ്യത്തെ ടോപ്പിക്കാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്ന് പറയുമ്പം ഒരു ലൂപ്പ്, ഇപ്പം എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് 3 കണ്ടീഷൻസ് ഉണ്ട്, വെച്ചാൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. വെച്ചാൽ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കമ്പൈലർ മേളിൽ നിന്ന് അടിയിലേക്ക് വരുന്നത്, അതാണ് ഈ ഫ്ലോ ചാർട്ട് വെച്ച് കാണിക്കുന്നത്. ഇപ്പം മേളിൽ നിന്ന് അടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ അത് റീഡ് ചെയ്യും. അതിന്റെ ശേഷം ടെക്സ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും. അത് ട്രൂ ആണെങ്കിൽ ഫോർ ലൂപ്പിന്റെ അകത്തെ ബോഡി, ഞാനിപ്പോ നിങ്ങൾ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതിന്റെ മുമ്പ് ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. അപ്പം ഫോർ ലൂപ്പിന്റെ ബോഡി, അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് എക്സ്പ്രഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അടിയിലേക്ക് പോകുന്നതിന്റെ പകരം അപ്ഡേറ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നവരെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഫോൾസ് ആയാലാണ് പിന്നെ ഇത് അടിയിലേക്ക് പോകുന്നത്. ഇതിന്റെ സിന്റാക്സ് നിങ്ങൾ കണ്ടോ. ഇപ്പം ഫോർ എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റ്, പിന്നെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ബോഡി. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതിപ്പം ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഒരു 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യണമെന്നൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ പ്രിന്റ് എഫ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് നല്ല പാടായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ പകരം ഫോർ എഴുതി, പിന്നെ അതിന്റെ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതി. ഇതാണ് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ. പിന്നെ ഐ ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ ഇത് ടെക്സ്റ്റ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ടൈപ്പ് ചെയ്യുന്ന വെച്ചു ഐ പ്ലസ് പ്ലസ് പ്രിന്റ് പെർസെന്റേജ് ഡി സ്ലാഷ് ഐ. അപ്പൊ ഈ പ്രോഗ്രാം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട്പുട്ട് ആയും കണ്ടോ, ഇത് 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്യും. ഇങ്ങനെ ഇപ്പൊ നമ്മള് 0 ഒരു തവണ പ്രിന്റ് എഫ് കൊടുത്തിട്ടുള്ളൂ, ഇത് പക്ഷെ 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്തു. ഇതെന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം കമ്പൈലർ ഇൻമെയിൻ കണ്ടു, 4 കണ്ടു, അപ്പത്തേക്കും ആദ്യം ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്നുള്ള ഇത് അതാണ് ആദ്യം നോക്കുന്നത്. ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്നുള്ള അപ്പത്തേക്ക് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. നിങ്ങൾ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ഇന്നലെ പഠിച്ചു കാണുമല്ലോ. അപ്പം ഐ എന്ന് പറയുന്ന വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു 0ലേക്ക്. ഐയുടെ വാല്യൂ 0 ആണ്. അടുത്തത് ഇങ്ങോട്ടും ഇതാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. അപ്പം ഇത് ഐ ലെസ് ദാൻ 10 അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കും. അതിപ്പോ ട്രൂ ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് പോകുന്നതിന്റെ വരെ അടിയിലേക്കാണ് പോകുന്നത്. ഇത് കണ്ടോ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ അടിയിലേക്ക് പോകും, അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ ബോഡിയിലേക്ക് പോകും. ഇതാണ് ഈ കേളി ബ്രേസസിന്റെ ഉള്ളിലുള്ളതാണ് അതിന്റെ ബോഡി എന്ന് പറയുന്നത്, ബോഡി ഓഫ് ഫോർ ലൂപ്പ്. അപ്പം ഇത് പ്രിന്റ് ചെയ്യും, എന്നുവെച്ചാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം പ്രിന്റ് ഈ പെർസെന്റേജ് ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ അത് ഐ ആ. അപ്പൊ ഐയുടെ വാല്യൂ ഇപ്പൊ 0 അല്ലേ നമ്മൾ ആദ്യം കൊടുത്തത്, അത് അപ്പത്തേക്കും 0 ആദ്യം പ്രിന്റ് ചെയ്യും. 0 പ്രിന്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് അടിയിലേക്കല്ല പോകുന്നത്, പിന്നെയാണ് ഈ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഐ പ്ലസ് പ്ലസ്. ഈ ഐ പ്ലസ് പ്ലസ് എന്നാന്ന് വെച്ചാൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് വണ്ണിന്റെ ഒരു ഷോർട്ട് ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഐനെ നമ്മള് അതിന്റെ കൂടെ തന്നെ ഒരു 1 കൂടെ ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ ഐ 0 ആണെങ്കിൽ 1 ആവും, ഐ ഇപ്പൊ 2 ആണെങ്കിൽ 3 ആവും. അങ്ങനെ അത് ചെയ്യുന്നതാണ് ഇത് ഐ പ്ലസ് പ്ലസ്. അത് നിങ്ങൾക്ക് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നും എഴുതാം, ഒരു കുഴപ്പമില്ല. അപ്പം ഇത് എഴുതിയപ്പോഴത്തേക്കും ഐയുടെ വാല്യൂ ഇപ്പം എൻ ഐ 1 ആയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടിയിലേക്കല്ല, അത് കഴിഞ്ഞ് പിന്നെയും ടെക്സ്റ്റ് എക്സ്പ്രഷനിലേക്കാണ് പോകുന്നത്.
അപ്പം I less than 10 എന്ന് വെച്ചാൽ ഇപ്പൊ 1 അല്ല ഐയുടെ വാല്യൂ, 1 less than 10 ട്രൂ ആണല്ലോ, അതുകൊണ്ട് അത് പിന്നെയും ഇത് തന്നെ ചെയ്യും, പ്രിന്റ് എഫ് ചെയ്യും. അങ്ങനെ ഇത് അപ്പൊ 1 പിന്നെ 2 3 4 അങ്ങനെ 9 എത്തി. 9 എത്തി വെച്ചാൽ 9 എത്തി എന്ന് വിചാരിക്കുക. അപ്പം ഇത് 9 പ്രിന്റ് ചെയ്തതിന് ശേഷം പിന്നെയും അപ്ഡേറ്റ് എക്സ്പ്രഷനിലേക്ക് വരും. അപ്പം I = I+1 ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഇപ്പൊ 10 ആയി. പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്പം 10 less than 10 ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ്. അപ്പത്തേക്കും ഫോർ ലൂപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങും. ഇത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്കാവുന്നേ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഞാൻ പറഞ്ഞത്? ഇനി എന്തെങ്കിലും ഇനിയും പറയണോ? ഫോണ്ട് സൈസ് അത് കൂട്ടാം. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇത്രയും കൂട്ടിയ പോരെ, ഇനിയും കൂട്ടണോ? ഇപ്പൊ കാണാം. ഓക്കെ. നിങ്ങൾക്കിപ്പോ ഫോർ ലൂപ്പ് മനസ്സിലായോ? ഇത് ഞാൻ ഒന്നുകൂടെ പറയണോ? ഓക്കെ. അടുത്തത് പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇതൊന്നും വേണമെന്നില്ല കേട്ടോ, ഇത് നിർബന്ധമല്ല. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ മാത്രമേ നിർബന്ധമുള്ളൂ ഇവിടെ. മറ്റേ ഇത് രണ്ടും വേണമെന്നൊന്നും ഇല്ല. എന്ന് പറയുമ്പം ഇപ്പം ഇൻഡ് I = 0 ഒന്നും ഇട്ടില്ല, അതിന്റെ പകരം നമുക്ക് മേളിലും കൊടുക്കാം ഇൻഡ് I = 0 എന്ന് കൊടുത്താൽ ഇത് അതേപോലെ തന്നെ വർക്കാവും. ഇതേ നോക്കി, ഒരു എറർ ഒന്നും വരത്തില്ല. ഇതും വേണമെന്നില്ല അപ്ഡേറ്റ് എക്സ്പ്രഷൻ. പക്ഷെ നിങ്ങൾ ഇത് ഇപ്പം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ലൂപ്പായി മാറും. എന്ന് പറയുമ്പോൾ അത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതിന്റെ വാല്യൂ 0 അല്ലേ, ഐയുടെ വാല്യൂ, പിന്നെ കൂടുന്നില്ലല്ലോ. അപ്പത്തേക്കും എപ്പോഴും ട്രൂ ആയിരിക്കുമല്ലോ. അപ്പൊ അത് അങ്ങ് പൊക്കോണ്ടിരിക്കും. അത് ഇൻഫിനിറ്റ് ലൂപ്പ് വന്നു വെച്ചാൽ ഫുൾ ടൈം പൊക്കോണ്ടിരിക്കും. അപ്പം നമ്മൾ അപ്ഡേറ്റ് എക്സ്പ്രഷൻ വേറെ എവിടെയെങ്കിലും കൊടുക്കണം. അപ്പം I++, ഈ ബോഡിക്കകത്ത് കൊടുത്താലും കുഴപ്പമില്ല, അപ്പത്തേക്കും ശരിയാവും. ഇത് ചുമ്മാ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അടുത്ത നമ്മള് വൈൽ ലൂപ്പാണ് എടുക്കുന്നത്, ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട്. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് മുമ്പ് ഫോർ ലൂപ്പ് പോലെ തന്നെ, പക്ഷെ ഇതിന് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷനും അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഇതിനാകെ ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഇതിന്റെ ബോഡി ഉണ്ട്. ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. while I less than 10. Printf ഇതും സെയിം പ്രോഗ്രാം തന്നെയാണ്, കഴിഞ്ഞ ഇതും തമ്മിലുള്ള സെയിം പ്രോഗ്രാം തന്നെയാണ്. എന്താ വരാത്തെ? ഓക്കെ, ഇതും അപ്പം സെയിം പ്രോഗ്രാം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതില് അപ്ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തില്ല, അതാണ് പ്രശ്നം പറ്റിയത്. എന്താണ്? പ്രിന്റിന്റെ മുമ്പ് കൊടുക്കണ ആവശ്യമുണ്ടാവും? അല്ലല്ല, വൈലൂപ്പ് അങ്ങനെയല്ല. അപ്ഡേറ്റ് ഞാൻ ഈ കോഡ് ബോക്സ് ഇതിന്റെ ഒന്ന് നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഇത് കറക്റ്റ് ആയി വന്നു. അപ്പം ഇത് 0 1 2 3 9 വരെ. ഇത് മറ്റേ എന്നാണോ പ്രശ്നം? ഒരു സെക്കൻഡ് റീലോഡ് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ ശരിയായി.
ഇത് വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഇൻഡ് ഐ ഈക്വൽ ടു 0 എന്ന് ആദ്യം കൊടുത്തു. അപ്പൊ ഐയുടെ വാല്യൂ ഇപ്പൊ 0 ആണ്. പിന്നെ വൈൽ നോക്കും. പിന്നെ ഈ കണ്ടീഷൻ ഐ ലെസ് ദാൻ 10 ട്രൂ ആണോ ഫോൾസ് ആണോ? ഇപ്പൊ ട്രൂ ആണ്, ഐയുടെ വാല്യൂ 0 ആണ്. അപ്പോഴത്തേക്കും ട്രൂ ആയതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്യും 0 പ്രിന്റ് ചെയ്തു. അടുത്ത പിന്നെ ഐ പ്ലസ് പ്ലസ് വന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടെക്സ്റ്റ് എക്സ്പ്രഷനിലേക്കാണ് പോകുന്നത്. പിന്നെ ഐ ലെസ് ദാൻ 10 ആണോ ഇത് ചെയ്യും. അപ്പൊ ഐ പ്ലസ് പ്ലസ് കൊടുത്തപ്പോൾ ഐയുടെ വാല്യൂ 0 ന്ന് 1 ആയി. 1 ആയതുകൊണ്ട് അപ്പോഴത്തേക്കും 1 ലെസ് ദാൻ 10 ട്രൂ തന്നെയാണ്. അങ്ങനെ പിന്നെയും ഇത് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഇത് ഐ 9 എത്തുന്നവരെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് ഐയുടെ വാല്യൂ 10 ആകുമ്പോഴത്തേക്ക് 10 ലെസ് ദാൻ 10 ഫോൾസ് ആണല്ലോ, അതുകൊണ്ട് അത് പിന്നെ പ്രിന്റ് ചെയ്തില്ല. പിന്നെ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. ഇതാണ് വൈൽ ലൂപ്പ്. അതിന്റെ സിന്റാക്സ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഡു വൈൽ ലൂപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കും. പക്ഷേ നമുക്കിത് അറ്റ്ലീസ്റ്റ് ഒരു തവണയിലും ഇത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡു വൈൽ ലൂപ്പ് കൊടുക്കും. എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ പ്രോഗ്രാം കാണിക്കാം. അതേ സെയിം സാധനം തന്നെ കാണിക്കാം. അപ്പം ഡു ആദ്യം കൊടുക്കുക. പിന്നെ എന്നാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഐ തന്നെ പ്രിന്റ് ചെയ്യണം, ഐ പ്ലസ് പ്ലസ്. പക്ഷെ ഇത് മറ്റേ വൈൽ ലൂപ്പ് ആയിരുന്നെങ്കിൽ ആദ്യം തന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കിയെന്നെ. ഇതിപ്പം 0 ലെസ് ദാൻ 10 ആണോ നോക്കിയിട്ടാണ് വൈൽ ലൂപ്പ് ചെയ്യുന്നത്. ഇത് പക്ഷെ ആദ്യം ഇതങ്ങ് ചെയ്യും, പിന്നെയാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കുന്നത്. ഐ ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ അപ്പം ആദ്യം തന്നെ ഇത് ചെയ്യും. ഇപ്പൊ ഇത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആദ്യത്തെ തവണ ഫോൾസ് ആയാലും ട്രൂ ആയാലും ഇത് ഒരു തവണ ചെയ്തിരിക്കും. ഇപ്പൊ നമുക്ക് ഐയുടെ വാല്യൂ 10 തന്നെ കൊടുക്കാം. ഐയുടെ വാല്യൂ ആദ്യം തന്നെ 10 കൊടുത്തു. അപ്പൊ ഇത് മറ്റേ വൈൽ ലൂപ്പ് ആയിരുന്നെങ്കിൽ ഇത് വർക്കാകത്തില്ലായിരുന്നു. പക്ഷെ ഈ ഡു വൈലിനകത്ത് 10 പ്രിന്റ് ചെയ്തതിന്റെ ശേഷമാണ് പിന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കുന്നത്. പിന്നെ അവർ നോക്കും 10 ലെസ് ദാൻ 10 ആണോ, അത് ഫോൾസ് ആണ്. പിന്നെ അപ്പോഴത്തേക്കും ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഫോർ ലൂപ്പിന്റെ ഒരു പ്രോഗ്രാമും കൂടെ കാണിച്ചു തരാം. ഇപ്പം ഇച്ചിരി യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഗ്രാം. ഇപ്പം നിങ്ങൾക്ക് ഒരു n നാച്ചുറൽ നമ്പേഴ്സ് തന്നേക്കുവാണ്. അതിന്റെ സമ്മ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു. അപ്പം ആദ്യം ഇതിന്റെ n കൊടുക്കുന്നു. പിന്നെ നമുക്ക് ആ n മേടിക്കണ്ടേ. അപ്പം എൻ്റർ എ നമ്പർ, scanf percentage b. ഇവിടെ ആംബേഴ്സൺ സിമ്പിൾ കൊടുക്കാൻ മറക്കരുത്, അത് കൊടുത്താൽ എറർ വരും. സ്കാനഫ് അപ്പോഴത്തേക്കും ഇത് ചെയ്യുമ്പോഴത്തേക്കും ഐ അല്ല എന്നെ. അപ്പം ഇത് യൂസറിനോടായിരിക്കും ഈ നമ്പർ ചോദിക്കുന്നത്. ഇനി എന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഇൻഡ് സം എന്ന് പറഞ്ഞ നമ്മളൊരു വേരിയബിൾ 0 ആണ് ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ ഫോർ ഇൻഡ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഐ പ്ലസ് പ്ലസ്, സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഓക്കെ, അപ്പം ഇതെന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ആദ്യം നമ്മളോട് ചോദിക്കും ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ. ഇപ്പം ഒരു 5 എൻ്റർ ചെയ്തു. അപ്പോഴത്തേക്കും y, അപ്പൊ അതിന്റെ ടോട്ടൽ സമ്മ് കാണിക്കുന്ന 10 വെച്ചാൽ 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. ഒരു സെക്കൻഡ്, എന്തോ പ്രശ്നമുണ്ടല്ലോ.
ഇപ്പം I equal to 0 ആദ്യം ഇപ്പൊ നമ്മൾ സം 0 എന്ന് ഇത് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു നമ്പർ യൂസറിനോട് ചോദിക്കും. അപ്പൊ യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അത് എന്നിലേക്ക് ആ വാല്യൂ കയറ്റും. എന്നിലേക്ക് ആ വാല്യൂ കയറ്റിയിട്ട് നമ്മൾ അടുത്ത സം എന്ന് പറഞ്ഞ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യും. 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. അത് ചെയ്തതിന്റെ ശേഷം പിന്നെ ഫോർ ലൂപ്പ്, പിന്നെ I equal to 0, I less than n, I plus plus എന്ന് പറയുന്നത് ആദ്യം I 0 ആയിരിക്കും എന്ന് പറയുമ്പം I 1 minus that. ഓക്കെ, 15 ഇതാണ് കറക്റ്റ് വരുന്നത്. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ 1. പിന്നെ ഇതിലേക്ക് പോകും. സമ്മ് നമുക്ക് ഇപ്പൊ 0 എന്നറിയാലോ. സമ്മിന്റെ കൂടെ ഐയും കൂടെ ചേർക്കും. ഇപ്പം 1 ചേർത്തു. ഇപ്പൊ സമ്മിന്റെ വാല്യൂ 1 ആണ്. അടുത്ത് പിന്നെ അപ്ഡേറ്റ് ഇപ്പൊ ഐയുടെ വാല്യൂ പിന്നെ 2 ആക്കി. പിന്നെയും സമ്മിലേക്ക് ഇപ്പൊ സമ്മിന്റെ വാല്യൂ 1 ആണ്, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പം ഈ 1ലേക്ക് സമ്മിലേക്ക് ഐയും കൂടെ പിന്നെയും ചേർത്തു. അപ്പം ഇപ്പൊ സമ്മിന്റെ വാല്യൂ 2 ആയി, ഐയുടെ വാല്യൂ 1 തന്നെ. അടുത്ത് പിന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഇപ്പൊ ഐയുടെ വാല്യൂ 2 ആവും. ഐയുടെ വാല്യൂ 2, സമ്മിന്റെ വാല്യൂ 2. പിന്നെയും ലൂപ്പ് ബോഡിയിലേക്ക് കയറിയിട്ട് ഇതിപ്പം 2 സം ഈക്വൽ ടു ഈ സമ്മിന്റെ വാല്യൂ 2 ആണ്, ഐയുടെ വാല്യൂ 2 ആണ്. അപ്പൊ ഇപ്പൊ സമ്മിന്റെ വാല്യൂ 4 ആയി. അങ്ങനെ ഇത് വന്ന് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ യൂസർ കൊടുത്ത 5 വരെ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 + 2 + 3 + 4 + 5 ഇതാണ് ഈ പ്രോഗ്രാം ശരിക്കും ചെയ്യുന്നത്. അത് 15 അല്ലേ. അപ്പൊ അതാണ് ചെയ്യുന്ന ഈ പ്രോഗ്രാം. ഇതൊരു എക്സാമ്പിൾ ആണ് ഫോർ ലൂപ്പിന്റെ. ഇതേ പ്രോഗ്രാം നമുക്ക് വൈ ലൂപ്പ് വെച്ചും ഡു വൈ ലൂപ്പ് വെച്ചൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം പറഞ്ഞതില്? സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്നാകുമ്പോ സമ്മും പോയാൽ I equal to 0 എന്നാണ്. ഇല്ല, നമ്മൾ പ്രോഗ്രാം ഇത് നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മേളിൽ നിന്ന് അടിയിലേക്ക് എന്ന് പറഞ്ഞില്ലേ, ഈ എക്സ്പ്രഷൻ ഒക്കെ നോക്കുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. എന്ന് പറയുമ്പം സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ കമ്പൈലർ നോക്കുന്നത് സം പ്ലസ് ഐയുടെ വാല്യൂ എന്നത് അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ സമ്മിലേക്ക് ഇടും. അങ്ങനെയാണ്. അത് മനസ്സിലായോ? ഇത് മാക്സ് പോലെ അല്ല, ഇത് സം കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പം സം ഈക്വൽ ടു സം പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ സമ്മിന്റെ വാല്യൂ, സമ്മിന്റെ ഇപ്പൊ ഉള്ള വാല്യൂ ഇപ്പൊ 5 ആണെങ്കിൽ 5ഉം പ്ലസ് ഐയുടെ വാല്യൂ, ഐയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇപ്പൊ 2 ആണെങ്കിൽ 5 + 2 ആദ്യം ഇത് കാൽക്കുലേറ്റ്. ഇതിപ്പോ ഈ സം 5 തന്നെയാണ്, പക്ഷെ അത് നമ്മൾ ആദ്യം നോക്കത്തില്ല. വെച്ചാൽ പ്രോഗ്രാം ആദ്യം നോക്കത്തില്ല. ഇത് ആദ്യം 5 + 2 ഇപ്പം സമ്മോ ഐയും ആഡ് ചെയ്തിട്ട് ശേഷമാണ് ഈ സമ്മിലേക്ക്, ഇതിപ്പം 5 അപ്പം നോക്കത്തില്ല, അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതും മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ. അപ്പം ഇപ്പം ഫോർ ലൂപ്പ്, വൈ ലൂപ്പ്, ഡു വൈ ലൂപ്പ് നമ്മൾ നോക്കി. ഇനി ഡു വൈ ലൂപ്പിന്റെ ശേഷം ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഉണ്ട്. വെച്ചാൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ ലൂപ്പ് പൊക്കോണ്ടിരിക്കുവാണ്, ഇടയ്ക്ക് ലൂപ്പിൽ നിന്ന് ഇറങ്ങണം. ഇപ്പൊ കണ്ടീഷനൊക്കെ ട്രൂ ആണ്, എന്നാലും നമുക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. അതിന്റെ ഒരു യൂസ് കേസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഓക്കെ, ഇപ്പം ഒരു യൂസറിനോട് നമ്മൾ നമ്പർ പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം. ഫോർ 3 I plus plus. ഇപ്പം സ്കാൻ
ഇതെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം 3 തവണ നമ്പർ എൻ്റർ ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് ഇഫ് കൊടുത്തിട്ട് ഇപ്പം n<0, അപ്പൊ യൂസർ ഒരു നെഗറ്റീവ് നമ്പർ ഇൻപുട്ട് ചെയ്ത് എന്ന് വിചാരിക്കുക. അപ്പൊ <0 ആണെങ്കിൽ ബ്രേക്ക്, അപ്പം ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പം അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസറിനോട് 3 നമ്പർ ചോദിക്കും. അതിപ്പം നെഗറ്റീവ് നമ്പർ അല്ല എങ്കിൽ യൂസർ ഇപ്പൊ എൻ്റർ ചെയ്യുന്നത് നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്യും, ആ നമ്പർ പ്രിന്റ് ചെയ്യും. ഇതിപ്പം അതിനെ 3 തവണ ചെയ്തതിനു ശേഷം പ്രോഗ്രാം എൻ്റെ ഒന്നും പ്രിന്റ് ചെയ്യും. അത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ 3 എൻ്റർ ചെയ്തു. 3 എൻ്റർ ചെയ്തപ്പോൾ തന്നെ 3 പ്രിന്റും ചെയ്തു. കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റർ ചെയ്ത നമ്പർ പ്രിന്റ് ചെയ്യാൻ. അടുത്ത 4 എൻ്റർ ചെയ്തു, 5 എൻ്റർ ചെയ്തു. അത് തന്നെ അത് പ്രിന്റ് ചെയ്തിട്ട് പ്രോഗ്രാം എൻ്റെ ഒന്നും കാണിച്ചു. ഇത് ഇതിന്റെ ഇത് ഇതുവരെ വന്നിട്ടില്ല കണ്ടീഷൻ, കാരണം ഞാൻ ഇതൊരു നെഗറ്റീവ് നമ്പർ ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല. ഇനി ഞാനൊരു നെഗറ്റീവ് നമ്പർ കൊടുക്കുന്നെങ്കിൽ ഇപ്പൊ ആദ്യം 3 കൊടുത്തു, ഓക്കെ, പിന്നെ -1 കൊടുത്തു. അപ്പം ബ്രേക്ക് ഈ കണ്ടീഷൻ ട്രൂ ആവും. ഇഫ് n<0 എന്ന് പറയുന്നത് അത് ട്രൂ ആയില്ല, അപ്പൊ ബ്രേക്ക് ചെയ്യും. അപ്പൊ ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്താകും. പിന്നെ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യുന്ന ഇവിടം വരെ ഈ കേർലി ബ്രേസസ്, ഇതാണ് ഫോർ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത്, ഇത്രയും. അത് എൻഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. അങ്ങനെയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. വെച്ചാൽ നമുക്ക് ലൂപ്പിൽ നിന്ന് അല്ല കണ്ടീഷൻ ഒക്കെ ഇപ്പൊ ട്രൂ ആണെങ്കിലും ഇപ്പം ഇതിന്റെ കണ്ടീഷൻ എന്നായിരുന്നു i<3 തന്നെ ആയിരുന്നു അപ്പഴും, പക്ഷെ n<0 ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. പിന്നെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് വെറുതെ ഇപ്പം നിങ്ങൾ ഇതേ പ്രോഗ്രാം തന്നെ ചെയ്യാം. ഇതിപ്പം യൂസർ നെഗറ്റീവ് നമ്പർ എൻ്റർ ചെയ്യുവാണെങ്കിൽ അത് പ്രിന്റ് ചെയ്യാണ്ട് തന്നെ അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാം. എന്ന് പറഞ്ഞാൽ ബ്രേക്കിന്റെ ഒരു കണ്ടിന്യൂ കൊടുക്കുവാണെങ്കിൽ കൊടുക്കുക. അപ്പം മുമ്പത്തെ പോലെ തന്നെ പ്രോഗ്രാം വർക്ക് ചെയ്യും, ഒരു കുഴപ്പമില്ലാണ്ട്. 2 എൻ്റർ ചെയ്തുകൊണ്ട് 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും. നമ്മൾ 5 എൻ്റർ ചെയ്തുകൊണ്ട് 5 പ്രിന്റ് ചെയ്യും. പിന്നെ പ്രോഗ്രാം തീർന്നു. പക്ഷേ ഇതിപ്പം നമ്മളിപ്പം 3 ചെയ്തു, -1 ഇത് ചെയ്തപ്പോഴത്തേക്കും ഒന്നും വന്നില്ല. -1 പ്രിന്റും ചെയ്തില്ല, പ്രോഗ്രാം എൻഡും ആയില്ല. കാരണം കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അടുത്ത കണ്ടീഷനിലേക്ക് വേണ്ടി പോകും, പക്ഷെ അടുത്ത അപ്ഡേറ്റ് എക്സ്പ്രഷൻ. പിന്നെ നമ്മൾ 4 എൻ്റർ ചെയ്താൽ 4നെ പ്രിന്റ് ചെയ്തിട്ട് പ്രോഗ്രാം. ഇവിടെ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂ വന്നിട്ട് അതിന്റെ അടിയിലേക്ക് പോകത്തില്ല. ഈ കണ്ടിന്യൂ എപ്പോ ഇത് കാണുന്നോ അപ്പം നേരെ തിരിച്ച് അടുത്ത അപ്ഡേറ്റ് എക്സ്പ്രഷനിലേക്ക് പോകും, എന്നുവെച്ചാൽ i++. അപ്പം ഐയുടെ വാല്യൂ ഇവിടെ 0 ആയിരുന്നു 3 ഇത് ചെയ്തപ്പം. പിന്നെ -1 വന്നപ്പോൾ ഐയുടെ വാല്യൂ 1 ആയി. പിന്നെ ഇത് എത്തിയപ്പോ തന്നെ ഇത് പ്രിന്റ് ചെയ്യാണ്ട് ഐയുടെ വാല്യൂ 2ലേക്ക് മാറ്റി. അപ്പം 2ലേക്ക് മാറ്റിയപ്പോഴത്തേക്കും പിന്നെ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ പിന്നെ സ്കാൻ ഓഫ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോഴാണ് 4 ഇത് ചെയ്തത്. അപ്പം ഇതായിരുന്നു ബ്രേക്കും കണ്ടിന്യൂവും. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. ഇപ്പൊ പറഞ്ഞ് മനസ്സിലായിരുന്നോ? ഹലോ, ഇപ്പൊ പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ. അടുത്തത് നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇന്നലെ നിങ്ങൾ ഇഫ് എൽസ് പഠിച്ചല്ലോ. അപ്പം നിങ്ങളുടെ ഇപ്പം ഇപ്പൊ സപ്പോസ് ഒരു പ്രോഗ്രാം ഇഫ് എൽസ് വെച്ച് തന്നെ ഒരു പ്രോഗ്രാം എഴുതുക. ഇപ്പൊ ഗ്രേഡ് ഇത് ചെയ്യുന്നതിന്റെ ഗ്രേഡ് വെച്ച് മാർക്ക് നോക്കുന്നതിന്റെ ഇപ്പം അത് ഞാൻ കാണിച്ചു തരാം. ക്യാരക്ടർ ഗ്രേഡ്
അപ്പം പ്രിന്റ് എഫ് കൊടുത്തിട്ട് എൻ്റർ യുവർ ആൽവിൻ ആൽവിൻ ഇതില്ലേ ഡേ നെയിം വെച്ചാൽ മതി, അതാകുമ്പോ എളുപ്പം മനസ്സിലാവും. സ്വിച്ചിന് 1 ആണെങ്കിൽ സൺഡേ അങ്ങനെ പ്രിന്റ് ചെയ്യണ പോലെ. ഓക്കെ 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 ഡേ നെയിം വെക്കാം. അപ്പം ഇപ്പം സ്വിച്ചിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഇൻഡ് ഡേ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് സൺഡേ മൺഡേ അറിയാലോ. അപ്പം 1 ആണെങ്കിൽ സൺഡേ എന്ന് കാണിക്കാൻ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ. അതിപ്പം ടീ എടുത്തില്ല. ഹലോ 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 ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ. കേൾക്കാം. ഓക്കെ, എന്റെ മിസ് നെറ്റ് ഒന്ന് പോയായിരുന്നു, അതുകൊണ്ടാ. ഒരു സെക്കൻഡ്. ഓക്കെ. ഇൻഡ് ഡേ. അപ്പം ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ ഡേ എടുത്തു. ഇനി ഇത് ഏത് ഡേ ആണ് പ്രിന്റ് ചെയ്ത്, ഇപ്പൊ ഡേറ്റ്. ഓക്കെ, ഏത് ഡേ ആണ് പ്രിന്റ് ചെയ്യാൻ നമ്മളിപ്പോ ഇഫ് എൽസ് വെച്ച് നോക്കാം. അത് ഇഫ് ഡേറ്റ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്നാ പ്രിന്റ് എഫ് മൺഡേ. അല്ല, എൽസ് ഇഫ് ഇതിപ്പം 1 അല്ല, ഡേറ്റ് ഈക്വൽ ടു 2 ആണെങ്കിൽ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ. അങ്ങനെ എൽസ് ഇതിപ്പം ചുമ്മാ ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഇപ്പം നമ്മളിത് 1 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിന്റ് ചെയ്യും, 2 ആണെങ്കിൽ ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യും. ഇപ്പൊ വേറെ ഏത് നമ്പർ കൊടുത്താലും നോട്ട് മൺഡേ ഓർ ട്യൂസ്ഡേ കാണിക്കും. ഇതാണ് ഇഫ് എൽസ് വെച്ച്. ഇതിപ്പോ നമുക്ക് ഫുള്ള് ചെയ്യാം എന്ന് പറഞ്ഞാൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഓരോ തവണ ഈ എൽസിന്റെ പകരം ഇപ്പൊ എൽസ് ഇഫ് കൊടുത്ത് ഡേറ്റ് ഈക്വൽ ടു 3 ആണെങ്കിൽ വെനസ്ഡേ, ഡേറ്റ് ഈക്വൽ ടു 4 ആണെങ്കിൽ തേഴ്സ്ഡേ, ഡേറ്റ് ഈക്വൽ ടു 5 ആണെങ്കിൽ ഫ്രൈഡേ. അങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അത് പക്ഷെ അപ്പൊ ഇപ്പൊ തന്നെ ഒത്തിരി ടൈപ്പ് ചെയ്യേണ്ടി വരും. അതിന്റെ പകരമാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ആദ്യം ഇത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ആദ്യത്തെ എക്സ്പ്രഷനിലേക്ക് പോകും. അതിപ്പം ഡേറ്റിന്റെ ഇവിടെ ഡേറ്റിന്റെ വാല്യൂ അതിപ്പോ 1 ആകാം, 2 ആകാം, 3 ആകാം. അത് ഒരു കോൺസ്റ്റന്റിനോട് ഈക്വൽ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് തീർക്കും. ഇപ്പം അത് വേറെ ആണെങ്കിൽ ഈ ബ്ലോക്ക്. അങ്ങനെ ഇത് ഇഫ് എൽസ് തന്നെ കാണിക്കുവാണെങ്കിൽ ഇത് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് ഈ എക്സ്പ്രഷൻ ഈക്വൽ ടു ഇതാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. എൽസ് ഇതാണെങ്കിൽ ഇത്, പിന്നെ ഒരു എൽസ് ഇതാണെങ്കിൽ ഇത് എൽസ്. അങ്ങനെ ഈ ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൽസ് ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇച്ചിരി മനസ്സിലാവും.
ഇതേ സാധനം തന്നെ ഞാൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ച് ചെയ്ത് കാണിക്കാം. ഇതിപ്പം സ്വിച്ച് ഡേറ്റ്, പിന്നെ കേസ് എന്ന് പറഞ്ഞ കീവേഡ് ആണ്. അത് നിങ്ങൾ എല്ലാ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം കേസ് 1 എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ 1 എന്ന് വെച്ചാൽ ഡേറ്റ് ഈക്വൽ ടു 1 ആണോ എന്ന് നോക്കുന്നതിന്റെ ഇതാണ്. ഇപ്പൊ ഇഫ് ഡേറ്റ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ കൊടുക്കത്തില്ല, അതിന്റെ പകരം സ്വിച്ച് ഡേറ്റ് കേസ് 1 ആണെങ്കിൽ printf മൺഡേ ബ്രേക്ക്. ഇപ്പൊ ഓരോ കേസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യണം, കാരണം അല്ലെങ്കിൽ അത് പിന്നെ അടിയിലേക്ക് പോകും. ഇതിപ്പം ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് പുറത്ത് ഇപ്പൊ നമ്മുടെ ആവശ്യം കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് തീർക്കാൻ വേണ്ടി. അടുത്ത കേസ് 2 printf ട്യൂസ്ഡേ. അടുത്ത ബ്രേക്ക്. പിന്നെ കേസ് 3 അടുത്ത നമുക്ക് വെനസ്ഡേയും കൂടെ കൊടുക്കാം. പിന്നെ ഓക്കെ ബ്രേക്ക്. ഓക്കെ, ഇത് ഇപ്പൊ 3 കേസ് നമ്മൾ കൊടുത്തു. ഇനി വേറെ ഒരു കീവേഡ് കൊണ്ടുണ്ട്, ഡിഫോൾട്ട് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്. ഡിഫോൾട്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇത് കേസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, ഇതൊന്നും അല്ല വേറെ എന്തെങ്കിലും ആണ് യൂസർ ഇൻപുട്ട് ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കുമാണ് ഈ ഡിഫോൾട്ട് വരുന്നത്. ഇത് ബാക്കി എന്ത് ചെയ്താലും. അപ്പം printf നോട്ട് മൺഡേ ട്യൂസ്ഡേ ഓർ വെനസ്ഡേ എന്ന് പ്രിന്റ് ചെയ്തു. ഇതിന് ബ്രേക്ക് കൊടുക്കണമെന്നില്ല, കാരണം ഈ ഡിഫോൾട്ട് കഴിഞ്ഞാൽ അടിയിലേക്ക് തന്നെ പോകുന്നു. അപ്പം ഇതൊന്ന് റൺ ചെയ്താൽ ഇപ്പൊ 1 കൊടുത്തു, 1 കൊടുക്കുമ്പോഴത്തേക്കും മൺഡേ എന്ന് പ്രിന്റ് ആവും. പിന്നെ നമ്മൾ 2 എന്ന് കൊടുത്താൽ ട്യൂസ്ഡേ പ്രിന്റ് ആവും, 3 എന്ന് കൊടുത്താൽ വെനസ്ഡേ പ്രിന്റ് ആവും. ബാക്കി എന്ത് കൊടുത്താൽ ഇപ്പൊ 6 കൊടുത്താൽ നോട്ട് മൺഡേ ട്യൂസ്ഡേ ഓർ വെനസ്ഡേ എന്ന് കാണിക്കും. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമുക്ക് ഇച്ചിരി സ്ട്രക്ചേർഡ് ആയി കോഡ്, മറ്റേ ഇഫൽസ് കാണുമ്പം ഒരു അത്ര ഇതില്ലല്ലോ. പിന്നെ അത്യാവശ്യം ടൈപ്പ് ചെയ്യാനുണ്ട് മറ്റേത്. ഇതിപ്പം സ്വിച്ച് എടുക്കുക, ഡേറ്റ് ഏത് വേരിയബിൾ ആണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഡേറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ 1 ഈക്വൽ ആണെങ്കിൽ മൺഡേ പ്രിന്റ് ചെയ്യും, അത് 2 ഈക്വൽ ആണെങ്കിൽ ട്യൂസ്ഡേ പ്രിന്റ് ചെയ്യും, 3 ഈക്വൽ ആണെങ്കിൽ വെനസ്ഡേ പ്രിന്റ് ചെയ്യും. ഇപ്പൊ ഇത് വേറെ എന്ത് വാല്യൂ ആണെങ്കിലും ഇത് പ്രിന്റ് ചെയ്യുന്നത് നോട്ട് മൺഡേ ട്യൂസ്ഡേ ഓർ വെനസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യും. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇന്നത്തെ ടോപ്പിക്കുകൾ ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ഗോ ടു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സപ്പോസ് ഇപ്പൊ ഒരു ഡേറ്റ് എൻ്റർ ചെയ്തെന്ന് വെച്ചോ. അപ്പം ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിന് ഒരു ലേബൽ എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്. ലേബൽ അല്ല, ഇപ്പം ലേബൽ വെച്ച് നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യാം. അപ്പം ഗോ ഹിയർ ഇത് ചെയ്തു, അപ്പത്തേക്കും ഇതാണ്, ഇതൊരു ലേബൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് അപ്പം if date equal to 1,
ടു ഇത് വർക്കാവും നോക്കട്ടെ. ഓക്കെ. ഇതും ഇത് ലൂപ്പ് പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിൽ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇൻഡ് മെയിൻ, പിന്നെ കമ്പൈലർ അടിയിലേക്ക് ഇത് കമ്പൈലർ നോക്കി വെക്കും. ഇത് ഗോഹിയർ വെച്ചാൽ ഇവിടെ തൊട്ട് ഗോഹിയറിന്റെ ലേബൽ ഗോഹിയർ ആണ് തുടങ്ങുന്നത് എന്ന് വെച്ചോണ്ട്, പിന്നെ ഇത് സാധാരണ പോലെ പ്രിന്റ് എഫ് മൺഡേ പ്രിന്റ് ചെയ്യും, ട്യൂസ്ഡേ പ്രിന്റ് ചെയ്യും, പിന്നെ ഒരു ഡേറ്റ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യും, പിന്നെ യൂസറിനോട് ഡേറ്റ് വേരിയബിൾ എൻ്റർ ചെയ്യാൻ പറയും. പിന്നെ ഈ ഡേറ്റ് യൂസർ ഇപ്പൊ 1 ആണ് എൻ്റർ ചെയ്തെങ്കിൽ അപ്പൊ ഗോ ടു ഇങ്ങോട്ട് ഗോഹിയറിലേക്ക്, ഈ ഗോഹിയർ ഇവിടെ, അപ്പത്തേക്കും കമ്പൈലർ തിരിച്ച് മേളിലേക്ക് പോകും. ഈ ഗോഹിയർ എങ്ങോട്ടാണോ അങ്ങോട്ട് പോകും. അപ്പൊ ഇത് 1 ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ സാധാരണ അടിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഇത് 1 ആണെങ്കിൽ ഇങ്ങോട്ട് പോകും. അപ്പൊ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് പിന്നെയും ആദ്യം തൊട്ട് മൺഡേ പ്രിന്റ് ചെയ്യും, ട്യൂസ്ഡേ പ്രിന്റ് ചെയ്യും, പിന്നെയും ഇത് വന്നിട്ട് പിന്നെ യൂസറിനോട് ചോദിക്കും. അതാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. ഇപ്പം ഇത് ആദ്യം മൺഡേ പ്രിന്റ് ചെയ്തു, ട്യൂസ്ഡേ പ്രിന്റ് ചെയ്തു. ഞാനിപ്പം 1 അല്ല 2 അടിച്ച് പ്രോഗ്രാം തീർന്നു. അതിന്റെ പകരം ഞാൻ 1 അടിച്ചെങ്കിൽ പിന്നെയും മൺഡേ ട്യൂസ്ഡേ പ്രിന്റ് ചെയ്തിട്ട് പിന്നെ യൂസറിനോട് ചോദിക്കും ഒരു നമ്പർ. ഞാൻ എത്ര തവണ 1 അടിക്കുന്നു അത്ര തവണ ഇത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. ഇപ്പൊ വേറെ എന്തെങ്കിലും അടിക്കുന്നെങ്കിൽ പ്രോഗ്രാം അപ്പൈൻഡ് ചെയ്യും. ഇതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇന്നത്തെ ടോപ്പിക്കിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആൽവിൻ ഓഡിയബിൾ ആണോ? ഞാൻ അതെ അതെ. നിങ്ങക്ക് ലൂപ്പ് എന്താന്ന് ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? ലൂപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന്? റെക്കോർഡ് സെഷൻസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഇപ്പൊ പല ലൂപ്പുകൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന ഡിഫറൻസ് ചോദിച്ചല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചത്, ഞാൻ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാം. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? അതെ. ഓക്കെ. അപ്പോ ലൂപ്പിനെ കുറിച്ച് ആൽവിൻ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. എന്താ, 5 തവണ ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കുന്ന പ്രോഗ്രാമാണ്. ഇപ്പോ ഈ 5 തവണ അങ്ങനെ പ്രിന്റ് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്കൊരു 50 തവണ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തോരം ലൈൻസ് ചെയ്തിട്ട് വരും. അതേസമയം നമുക്കിത് ജസ്റ്റ് ഒരു 3-4 ലൈൻ കൊണ്ട് നമുക്ക് ഒരു 50 തവണ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ലൂപ്പ് ചെയ്യുന്നത്. ഞാൻ സെയിം ഈ പ്രിന്റ് ഹലോ വേൾഡ് എന്നുള്ള സാധനം തന്നെയല്ലേ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെറിയ കോഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് ഒരു 5 തവണ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു 50 തവണ പ്രിന്റ് ചെയ്യുന്നില്ല, ആ ലൈൻസ് ഉണ്ടോ? അപ്പൊ അത് നമുക്ക് ഒരു ലൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 തരം ലൂപ്പ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ. അത് പറഞ്ഞാൽ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നും പറയും, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നും പറയും. ഓക്കെ, ഈ എൻട്രി കൺട്രോൾഡ് ലൂപ്പിൽ വരുന്നതാണ് നമ്മുടെ ഫോർ ലൂപ്പ്. ഓക്കെ, ഫോർ ലൂപ്പിന് സിന്റാക്സ് അറിയില്ലേ? ഫോർ ഒരു വേരിയബിള്, ഇതിനെ കൺട്രോൾ വേരിയബിൾ എന്ന് പറയും ഈ ഐന്. പിന്നെ കണ്ടീഷൻ ഉണ്ടാവും, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ടാവും. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ. ഓക്കെ, ഇപ്പോ ഓക്കെ. ഇത് കണ്ടോ, ഇതാണ് അവിടെ ഫോർ ലൂപ്പിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഉണ്ടാവും, ആ വേരിയബിൾ വെച്ച് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും,
ഈ കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ്, ഈ കണ്ടീഷൻ എത്ര തവണ ഫാൾസ് ആവുകൊണ്ടിരിക്കണം അത്രയും ടൈംസ് നമ്മൾ ലൂപ്പിന്റെ ബോഡി വർക്ക് ചെയ്യും. ഓക്കെ, ഇതിന്റെ അകത്തുള്ള സാധനമാണ് നമ്മുടെ ലൂപ്പ് ബോഡി. നമ്മൾ നേരത്തെ ഒരു 5 തവണ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യിക്കാനല്ലോ ചെയ്തത്. അപ്പൊ ഇൻഡ് ഐ ഈക്വൽ ടു 5 നമുക്ക് 5 തവണ അല്ല പ്രിന്റ് ചെയ്യിക്കണ്ടേ. അപ്പോൾ ഇൻഡ് ഐ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതിൽ 5 നമ്മൾ ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എൻ അല്ല, ഓക്കെ, എൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇത് നമുക്ക് റീഡ് ചെയ്തെടുക്കാം. എത്ര ടൈംസ് നമുക്ക് റീഡ് ചെയ്യണം നമുക്ക് പ്രിന്റ് എഫ് വെച്ചെടുക്കാം. പ്രിന്റ് എഫ് എൻ്റർ ദ നമ്പർ. ഇപ്പോൾ നമ്മുടെ യൂസറിന്റെ അടുത്ത് ചോദിക്കും ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എന്നിന്റെ വാല്യൂ റീഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിപ്പോ 5 തവണ ചെയ്യാനുള്ളല്ലോ, നമ്മൾ ആദ്യം ഹാർഡ് കോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ് കുറെ തന്നെ കൊടുത്ത് ചെയ്ത്. അതേസമയം നമ്മളിപ്പോ n വാല്യൂ ചെയ്ത് വെച്ചു. അപ്പൊ എത്ര തവണ നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം എന്നുള്ളത് നമ്മൾ n വെച്ച് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ. അതാണ് ലൂപ്പ് പോവുക. ലൂപ്പിലിപ്പോ എന്താ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഈ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ പ്രിന്റ് ചെയ്യണം നമുക്ക് കൗണ്ട് അറിയണ്ടേ. അതിന് വേണ്ടിയാണ് നമ്മൾ ഐട്രേറ്റിംഗ് വേരിയബിൾ എന്നാണ് അതിനെ പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രിന്റ് ചെയ്യേണ്ടത് എന്തോന്ന് ഹലോ വേൾഡ് എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. പ്രിന്റ് എഫ് ഓഫ് ഹലോ വേൾഡ്, ഒരു ന്യൂ ലൈൻ കൊടുക്കാം. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരാൻ വേണ്ടി ന്യൂ ലൈനും കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പോ ഇവിടെ റൺ കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മുടെ അടുത്ത് യൂസറിനോട് ചോദിച്ചേക്കാൻ ഒരു നമ്പർ റീഡ് ചെയ്യാൻ പറയണം. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു, എത്ര തവണ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചേക്കണം. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു, 5 കൊടുത്തു. 5 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരാം, 5 തവണ ഹലോ വേൾഡ് ഹലോ വേൾഡ് ഹലോ വേൾഡ് ഹലോ വേൾഡ് വന്നു. ഓക്കെ, നമ്മൾ നേരത്തെ ആ ഹലോ വേൾഡ് എഴുതാൻ വേണ്ടി എത്ര തവണ കൊടുത്തു, ഒരു 5 തവണ 5 ലൈൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇപ്പൊ നമുക്ക് ഇതൊരു എത്ര തവണ വേണമെങ്കിലും ഈ കോഡ് റൺ ചെയ്യാം, എത്ര ടൈംസ് വേണമെങ്കിലും. ഇപ്പൊ 50 ടൈംസ് നമുക്ക് എന്ത് ചെയ്യണം, ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യണം വിചാരിച്ചോ. അപ്പോ നമ്മൾ 50 കൊടുത്തു, ഇവിടെ 50 കൊടുത്തു. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ 50 ടൈംസ് ഇതിങ്ങനെ പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മറ്റേ സാധാരണ പോലെ എഴുതാണെങ്കിൽ എത്രയും ലെങ്തി കോഡ് വരില്ലേ. അതേസമയം ഇത് ഇത്രയും ഷോർട്ട് ആയിട്ട് പോകും. ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ 0 ആയിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഐയുടെ വാല്യൂ ലെസ് ദാൻ n ആവുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ ഐയുടെ വാല്യൂ ഇപ്പൊ നമ്മളിപ്പോ 5 എടുത്തു വെച്ചു, നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ പോലെ തന്നെ. ആദ്യത്തെ എക്സാമ്പിൾ പോലെ നമ്മളിവിടെ ഐയുടെ വാല്യൂ 5 കൊടുത്തു വെച്ചു. 5 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, 5 തവണ പ്രിന്റ് ചെയ്തു. 5 തവണ പ്രിന്റ് ചെയ്യണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിന് ഐയുടെ വാല്യൂ 0 ആയിരിക്കും. 0 ഐ ലെസ് ദാൻ n ആണ് നോക്കും. നമ്മൾ എന്താ ഇവിടെ കൊടുത്തത്, 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൊടുത്തത്. അപ്പോ 0 ലെസ് ദാൻ 5 ആണ് നോക്കും. അപ്പൊ എന്താ, കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ലൂപ്പ് ബോഡിയുടെ അകത്തേക്ക് വരും. അപ്പൊ ലൂപ്പ് ബോഡിയുടെ അകത്തുള്ള എന്താ സാധനം, ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ഹലോ വേൾഡോടെ പ്രിന്റ് ആയി. പിന്നെ ഈ ലൂപ്പ് ബോഡി ബ്രാക്കറ്റ് കണ്ടു കഴിയുമ്പോൾ വീണ്ടും ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നതിന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഈക്വൽ ടു i+1 ഈക്വലന്റ് ആണ്. ഓക്കെ, i+1 ഇതിന് ഈക്വലന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ എന്തായി, ഐയുടെ വാല്യൂവിന്റെ കൂടെ ഇപ്പൊ നിലവിൽ ഐ എന്താണോ അതിന്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യും. ഇപ്പൊ ഐ ഇവിടെ വരെ എന്തായിരുന്നു, ഐയുടെ വാല്യൂ ആദ്യം 0 ആയിരുന്നു, 0+1. ഇപ്പൊ എന്താ, ഐയുടെ വാല്യൂ 1 ആയി. ഈ 1 ആയിക്കിട്ട് ഇൻക്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ 5 ആണെന്ന് നോക്കും. 1 ലെസ് ദാൻ 5 ആണ്. അപ്പൊ വീണ്ടും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മൾ സെക്കൻഡ് ഹലോ വേൾഡ് പ്രിന്റ് ആവും. പിന്നെ വീണ്ടും വരുമ്പോ എന്താ, നിലവിൽ നേരത്തെ ഐയുടെ വാല്യൂ എന്തായിരുന്നു, 1 ആയിരുന്നു. അപ്പൊ വീണ്ടും 1+1 ഐയുടെ വാല്യൂ ഇപ്പൊ 2 ആയി. 2 ലെസ് ദാൻ n ആണെന്ന് നോക്കും. അപ്പൊ 2 ലെസ് ദാൻ 5 ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ ഹലോ ലൂപ്പ് ബോഡി വർക്ക് ചെയ്യും, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. വീണ്ടും ഇങ്ങോട്ട് വരും, 2+1 എന്താ 3 ലെസ് ദാൻ 5 ആണെന്ന് നോക്കും. അതെ, അപ്പൊ വീണ്ടും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. അങ്ങനെ ഐയുടെ വാല്യൂ 4+1 5 ലെസ് ദാൻ 5 ആണോ, അല്ല, കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പൊ എന്ത് വരും, ലൂപ്പിന് പുറത്തേക്ക് വരും. അപ്പൊ അത്രയും ടൈംസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഹലോ വേൾഡ് എത്ര പ്രിന്റ് ചെയ്തു, 5 ടൈംസ് പ്രിന്റ് ചെയ്തു. ഇത് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. ഓക്കെ, ഫോർ ലൂപ്പ് ക്ലിയർ ആയോ? ഓക്കെ, ഇനിയിപ്പോ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും സിമിലർ തന്നെയാണ്, സെയിം കോഡ് തന്നെ. ഈ ഹലോ വേൾഡ് 5 തവണ പ്രിന്റ് ചെയ്താൽ നമുക്ക് വൈൽ ലൂപ്പിൽ എഴുതാം. ഓക്കെ,
ഇത് വൈൽ ലൂപ്പിന്റെ പ്രത്യേകത വൈൽ എന്താണ് ഐ ലെസ് ദാൻ n ആണോ നോക്കാം. കണ്ടീഷൻ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് എഫ് ഓക്കെ കൊടുത്തു. ഇതിപ്പോ കളയാൻ പോവാണ്. ഇപ്പൊ ഇവിടെ ഐ എന്ന് പറഞ്ഞ ഒരു ഐറ്ററേറ്റീവ് വേരിയബിൾ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ വൈൽ ലൂപ്പിൽ നമ്മൾ അങ്ങനെ ഡിക്ലറേഷൻ ഇല്ല. ഫസ്റ്റ് തന്നെ വൈല് കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതിന്റെ ലൂപ്പ് ബോർഡ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഒരു ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഐയുടെ വാല്യൂ നമ്മളിവിടെ ആദ്യമേ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഓക്കെ, ഐയുടെ വാല്യൂ നമ്മളിവിടെ 0 ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. ഇപ്പോ നമ്മൾ ഫോർ ലൂപ്പിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, എക്സാമ്പിൾ ഇരുന്നോട്ടെ. ഓക്കെ, നമ്മളിവിടെ ഐയുടെ വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ ഇവിടെ ഫസ്റ്റ് 0 ആയിട്ട്. ഇതിപ്പോ കമന്റ് ചെയ്ത് കളയും, ഈ കോഡ് വർക്ക് ചെയ്യില്ല ഇപ്പോ. ഓക്കെ, ഇപ്പൊ ഇത്രയും നോക്കിയാൽ മതി. ഐയുടെ വാല്യൂ ഇവിടെ ഫസ്റ്റിന് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഫോർ ലൂപ്പിൽ കണ്ടില്ല ഐ ഈക്വൽ ടു 0. നമ്മൾ ഇവിടെ ഫോർ ലൂപ്പിനകത്ത് തന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതേസമയം നമ്മൾ ഇത് അതിനു മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ ഐ ഈക്വൽ ടു 0 കൊടുത്തു. എന്തെന്താ ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യാണ് 0 ലെസ് ദാൻ n. ഇവിടെ എന്നെ നമ്മൾ 5 റീഡ് വെച്ചു, 5 റീഡ് ചെയ്തു. എന്തെന്താ ചെയ്യുക, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമ്മൾ ലൂപ്പ് ബോർഡിന്റെ അകത്തേക്ക് വരും. എന്തെന്ത് ചെയ്യും, പ്രിന്റ് എഫ് ഇത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. പിന്നെ നമ്മൾ വീണ്ടും ഇത് എത്തുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് ചെല്ലുമ്പോൾ വീണ്ടും ഐയുടെ വാല്യൂ ചേഞ്ച് ആവണില്ല. ഇവിടുത്തെ പോലെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഇവിടെ ഇല്ല. അപ്പൊ അതേസമയം നമ്മൾ അത് അകത്ത് കോഡ് ചെയ്ത് കൊടുക്കണം, ഐ ഈക്വൽ ടു i+1. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ച അതേ സംഭവം തന്നെ സംഭവിക്കുന്നു. ഫസ്റ്റ് തന്നെ ഇവിടെ കണ്ടീഷൻ നമ്മളിവിടെ ഐ പുറത്ത് ഡിക്ലെയർ ചെയ്യണു. ഈ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യുന്ന സാധനം നമ്മൾ ഇവിടെ അകത്ത് കൊടുക്കുന്നു. ഓക്കെ, വൈൽ ലൂപ്പിൽ ഇങ്ങനെ ഈ രീതിക്ക് വർക്ക് ചെയ്യണം. ഈ കോഡ് നമ്മൾ നേരത്തെ കോഡ് പോലെ തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പൊ എൻ്റർ ദ നമ്പർ ചോദിച്ചു. ഓക്കെ, ഇവിടെ എൻ്റർ ദ നമ്പർ ചോദിച്ചു. നമ്മളിപ്പോ എന്ത് കൊടുത്തു, 5 കൊടുത്തു. വീണ്ടും ഹലോ വേൾഡ് 5 ടൈംസ് റൺ ചെയ്തു. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന പോലെ ഈ ഫോർമാറ്റ് ഒന്ന് മാറിയെന്നുള്ളൂ. ഈ രണ്ട് ലൂപ്പിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടേ ലൂപ്പ് ബോർഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ ഫോർ ലൂപ്പിൽ നമുക്ക് കാണാം, ഫോർ ഈ ഐ ലെസ് ദാൻ n ആണെങ്കിൽ മാത്രമേ ഇത് കണ്ടീഷൻ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ലൂപ്പുകളെ നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ലൂപ്പ് ബോർഡ് വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത ലൂപ്പുകളുണ്ട്. അല്ലാത്ത ലൂപ്പ് എന്ന് പറയുന്നതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അതായത് ലൂപ്പ് ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ ലൂപ്പിനെ നമ്മൾ പറയുന്നതാണ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയും. ഓക്കെ, ഡു വൈൽ ലൂപ്പിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഡു വൈൽ ലൂപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഡു ആദ്യം ചെയ്യുക, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ഡു വൈൽ എന്താ പറയാ, ഐ ഇപ്പൊ ഐ ഓക്കെ ഐ ഈക്വൽ ടു -1. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാനാണ്. ഇപ്പൊ ഈ നമ്പർ ഒന്ന് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഈ പ്രോഗ്രാം കണ്ടോ, ഫസ്റ്റ് തന്നെ ഡു ആദ്യം ചെയ്യാനാ പറയുന്നത്. കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യണില്ല. ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ ചെയ്യാൻ പറയും. അപ്പൊ എന്ത് ചെയ്യുക, പ്രിന്റ് എഫ് ഒന്ന് പ്രിന്റ് ചെയ്യും, ഹലോ വേൾഡ് ഒന്ന് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ ഐയുടെ വാല്യൂ എന്താ ആദ്യം 0 ആയിരുന്നു, 0 + 1 1 ആയി. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും, വൈൽ ഐ ഈക്വൽ ടു -1 ആണോ ചെക്ക് ചെയ്യും. ഇപ്പൊ ഐയുടെ വാല്യൂ എന്തോ 1 ആണ്. ഓക്കെ, ഇപ്പൊ ഇത് ഈക്വൽ ടു ആണെങ്കിൽ മാത്രമേ -1 ഐയുടെ വാല്യൂ -1 ആണെങ്കിൽ മാത്രമേ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ എന്താ എന്നാൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു തവണ ഹലോ വേൾഡ് വന്നു. ഇവിടെ ഐയുടെ വാല്യൂ ഓൾറെഡി 0 ആണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്തു, നമ്മുടെ ലൂപ്പ് ബോഡി വർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് ചില സിറ്റുവേഷൻ ഉണ്ടാവും, നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ലൂപ്പ് ബോഡി ഒരു തവണയെങ്കിലും വർക്ക് ചെയ്യണം എന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസ് സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക. ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു തവണ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മുടെ എന്താ ബോഡി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും, ലൂപ്പ് ബോഡി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യും. ബാക്കി അല്ലാത്ത സിറ്റുവേഷനുകളിൽ നമുക്ക് ഈ ലൂപ്പിനാണ് നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ നോക്കില്ല, മീൻസ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യൂല, അവസാനമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അവസാനം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അങ്ങനത്തെ ഒരു ലൂപ്പിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഡു വൈൽ ലൂപ്പ്. അതേസമയം നമ്മുടെ
വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എന്താ ചെയ്യണേ, ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിച്ചുള്ളൂ. ഓക്കെ, ഇതാണ് മറ്റേ ലൂപ്പുകൾ എപ്പോഴും എങ്ങനെയൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ ലൂപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് യൂസ് ചെയ്യുക. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും സെയിം തന്നെയാണ്, പക്ഷെ ആ സിന്റാക്സിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ലൂപ്സ് ക്ലിയർ ആണ്. ഇനി വേറെ സ്വിച്ച് മനസ്സിലായിരുന്നു? സ്വിച്ചിന്റെ യൂസ് അത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഇത് നേരത്തെ ആൽബിൻ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേ എന്നൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതൊരു ഇൻറ്റിജർ ടൈപ്പുള്ള വേരിയബിൾ ആണ്. അപ്പൊ നമ്മളത് യൂസറിനോട് ചോദിച്ചേക്കാണ് ഒരു വീക്ക് നമ്പർ എഴുതാൻ, അതായത് 1 to 7. നമുക്കൊരു വീക്കിൽ 7 days ആണെന്ന് അറിയാലോ. അപ്പോൾ 1 to 7 ഉള്ള ഏതെങ്കിലും നമ്പർ റീഡ് ചെയ്തെടുക്കാൻ പറയണം. ഓക്കെ, അങ്ങനെ റീഡ് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ നമ്പർ റീഡ് ചെയ്തെടുത്ത് വെച്ചു. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രോഗ്രാം കാണിച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ലൈൻ വന്നു, ഒരു നമ്പർ 1 to 7 ഏതെങ്കിലും നമ്പർ റീഡ് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു, ഇപ്പൊ നമ്മൾ 2 ആണ് കൊടുത്തു വെച്ചു. 2 കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് വന്നു, ട്യൂസ്ഡേ പ്രിന്റ് ആയി. ഓക്കെ 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 ട്യൂസ്ഡേ പ്രിന്റ് ആയി. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടെ 1 2 3 4 5 6. ഓക്കെ, ഇവിടെ ഡേയിൽ നമ്മൾ ഏത് വാല്യൂ നമ്മൾ കൊടുക്കുന്നു, അതായത് ഇവിടെ 2 കൊടുത്തു. ഇവിടെ 2 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു, ഡേയുടെ വാല്യൂ 2 ആണ്. ഈ സ്വിച്ച് എന്ന് പറഞ്ഞ ഇതിനകത്ത് വന്നു, ഈ ഡേ എന്ന് പറയുന്നത് എന്താ 2 ആണ്. അപ്പോൾ ഈ കേസുകൾ നോക്കും, ഇത്ര കേസുകൾ നോക്കും. ഈ കേസുകളിൽ ഈ ഡേ ആയിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന ഏത് കേസുകൾ നോക്കാം. അങ്ങനെ ഏത് കേസാണ് ഈക്വൽ ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ ഡേയുടെ വാല്യൂ ഇവിടെ നമ്മൾ 2 കൊടുത്തു. അപ്പൊ ഈ 2 ഈ കേസ് ഡേയുടെ വാല്യൂ ഇതൊന്നും നോക്കും. ഇത് ഡേ ഇപ്പൊ 2 ആണ്, 2 1 സെയിം ആണോ നോക്കും. അല്ല, അപ്പൊ ഇത് വർക്ക് ചെയ്യില്ല. പിന്നെ സ്വിച്ച് പിന്നെ ഡേ വാല്യൂ 2 ആണ്. പിന്നെ അടുത്ത അടിയിൽ നോക്കും, കേസ് 2. ഓക്കെ, ഈ ഡേ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് 2 ആണ്. അപ്പൊ ഈ 2ഉം ഈ 2ഉം സെയിം ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ട്യൂസ്ഡേന്ന് പ്രിന്റ് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു മാപ്പിംഗ് പോലെയാണ്. അതായത് ഇവിടെ ഡേയുടെ വാല്യൂ എന്ത് കൊടുക്കുന്നു, ഇപ്പൊ നമ്മൾ യൂസർ എന്ത് വാല്യൂ കൊടുക്കുന്നു അത് ഈ കേസുകളിൽ ഏത് വാല്യൂ ആയിട്ടാണ് മാച്ച് ആവുന്നത് വെച്ചാൽ അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ അഥവാ നമ്മൾ ഈ ഇതിലുള്ള ഒരു വാല്യൂ കൊടുത്തില്ല എന്ന് വിചാരിച്ചോ, 1 to 7 വാല്യൂ കൊടുത്തില്ല വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എറർ പ്രിന്റ് ചെയ്യും, എറർന്ന്. അപ്പോൾ അങ്ങനെ എറർ പോലത്തെ എന്തെങ്കിലും പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇൻവാലിഡ് ഔട്ട്പുട്ട് പ്ലീസ് എൻ്റർ എ വാലിഡ് നമ്പർ എന്ന് കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോൾ 98 കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇൻവാലിഡ് ഇൻപുട്ട് പ്ലീസ് എൻ്റർ എ വീക്ക് നമ്പർ ബിറ്റ്വീൻ 1 to 7 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു മാപ്പിംഗ് പോലെയാണ് സ്വിച്ച്. ഈ സ്വിച്ച് യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈഫൽസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ ആൽവിൻ ഒരു എക്സാമ്പിൾ കാണിച്ചില്ലേ, അതാണ് ഫസ്റ്റ് ഈഫൽസ് വെച്ച് ചെയ്യുന്നതും പിന്നെ സ്വിച്ച് വെച്ച് ചെയ്യുന്നത്. ഈ സ്വിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രക്ചർ കിട്ടും, കാണാൻ ഒരു വൃത്തിയില്ലേ. അത് ഡേ ഓരോന്ന് മാപ്പ് ചെയ്യുക, ഈക്വൽ ടു എന്ന് വെച്ചാൽ ഈഫൽസ് വെച്ച് ഇങ്ങനെ ചെരിഞ്ഞ് പോണേക്കാൾ നല്ലത് ഒരു സ്ട്രക്ചേർഡ് വ്യൂ നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്വിച്ച് ക്ലിയർ ആയി. ഓക്കെ, ആൽവിൻ കണ്ടിന്യൂ ചെയ്തു. ഡൗട്ട്സ് വേറെ എന്തെങ്കിലും ചോദിച്ചോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇന്നത്തെ ഇത് കഴിഞ്ഞു. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ആകാം. ഇന്ന് ഞാനൊരു ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യാൻ തരുന്നതായിരിക്കും. നിങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന്റെ സൊല്യൂഷൻ ഞാൻ നാളെ രാവിലെ തന്നേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം ഒരു പ്രോബ്ലം.